സാധാരണ മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്തുന്നു. കേന്ദ്രമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ച കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതബാധിതരെ മന്ത്രി അപമാനിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളികൾ കുടിയേറ്റക്കാരാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കേരളത്തിന്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയ ധാരണ പോലും ഇല്ലാതെ കേന്ദ്രമന്ത്രി സംസാരിച്ചു. മലയോര മേഖലയിലുള്ളവരെ കുടിയേറ്റക്കാരെന്ന ഒറ്റയച്ചിൽ ഒതുക്കുന്നത് ഔചിത്യമല്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു. പത്തനംതിട്ടയിൽ വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പേർ മരിച്ചു. പത്തനംതിട്ട പന്തളം കൂരമ്പാല തോട്ടുകര പാലത്തിന് സമീപം 2 പേർ ഷോക്കേറ്റ് മരിച്ചു. കൂരമ്പാല അരുണോദയത്തിൽ ചന്ദ്രശേഖരൻ, PG ഗോപാലപിള്ള എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് സംഭവമുണ്ടായത്. ഇവർ ഇരുവരും ചേർന്ന് കൃഷി ചെയ്യുന്നവരാണ്. വാഴയും കപ്പയും ഉൾപ്പെടെ വിവിധ കൃഷികളുണ്ട്. പാടശേഖരത്തിൽ പന്നി കയറാതിരിക്കാൻ വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു. ഈ വൈദ്യുതി ലൈനിൽ നിന്നും ഒരാൾക്ക് ഷോക്കേറ്റു. അത് കണ്ടുനിന്ന അടുത്തയാൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്നാണ് ഇദ്ദേഹത്തിനും ഷോക്കേറ്റത്. ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അടുത്തയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വയനാട് ദുരന്തം 6 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ലെന്ന് മന്ത്രി. വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ഉപഭോക്താക്കളിൽ നിന്ന് 6 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കരുതെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന KSEBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചുരൽമല ടവർ, മുണ്ടക്കൈ, KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്കാണ് അടുത്ത 6 മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ EMI തുക അടയ്ക്കണം. കഴുകന്മാർക്ക് ഇതിലും അന്തസ് കാണുമെന്ന് ടി സിദ്ദിഖ്. മുണ്ടക്കൈ ദുരിതത്തിൽ രക്ഷപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്നവരെ സമ്മർദ്ദത്തിലാക്കി EMI തുക അടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ശ്രമത്തിനെതിരെ ടി സിദ്ദിഖ് MLA ഒരു EMIയും അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കഴുകന്മാർക്ക് ഇതിലും അന്തസ് കാണുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. EMI തുക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് വിളിച്ചെന്ന് ഒരാൾ സ്ഥിരീകരിച്ചതോടെയാണ് വാർത്ത പുറത്തുവന്നത്. തന്നെ ബന്ധപ്പെട്ട പണമിടപാട് സ്ഥാപനം ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചതെന്നും ഉണ്ടെങ്കിൽ EMI തുക അടയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പരാതിക്കാരൻ പറഞ്ഞത്. തിരുവനന്തപുരം വെടിവെപ്പ് കേസ്. പ്രതിയായ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വഞ്ചിയൂർ ചെമ്പകശ്ശേരിയിൽ വീട്ടമ്മയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച കേസിൽ പ്രതിയായ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വനിതാ ഡോക്ടർ ദീപ്തിമോൾ ജോസിനെ 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടേതാണ് ഉത്തരവ്. വെടിവെക്കാൻ ഉപയോഗിച്ച എയർ പിസ്റ്റൾ കണ്ടെത്തുന്നതിനും തെളിവെടുപ്പിനുമാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം പ്രതിയായ ഡോക്ടറുടെ പരാതിയിൽ വീട്ടമ്മയുടെ ഭർത്താവ് വഞ്ചിയൂർ സ്വദേശി സുജിത്തിനെതിരെ എടുത്ത കേസ് കൊല്ലം പോലീസിന് കൈമാറിയിട്ടുണ്ട്. സ്പീക്കറുടെ പരാതിയിൽ സസ്പെൻഷൻ. പ്രതിഷേധം ശക്തമായതോടെ TTയെ തിരിച്ചെടുത്തു. സ്പീക്കർ AN ഷംസീറിന്റെ പരാതിയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലെ TTക്കെതിരെ സ്വീകരിച്ച നടപടി പിൻവലിച്ചു. ചീഫ് TTയെ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയാണ് പിൻവലിച്ചത്. TTമാരുടെ യൂണിയന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് അച്ചടക്ക നടപടി പിൻവലിച്ചത്. പത്മകുമാറിനോട് ഡ്യൂട്ടിയിൽ തിരികെ കയറാൻ നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു. ജൂലൈ 30-ന് വന്ദേ ഭാരത് ട്രെയിനിൽ വെച്ച് പത്മകുമാർ അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി AN ഷംസീർ ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് പരാതി നൽകിയിരുന്നു. യാത്രക്കിടെ സ്പീക്കറെ കണ്ട സുഹൃത്ത് സംസാരിക്കാനെത്തിയപ്പോൾ TT അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പരാതി. മാധ്യമപ്രവർത്തകൻ അനു സിനു അന്തരിച്ചു. മാധ്യമപ്രവർത്തകനും കവിയും എഴുത്തുകാരനുമായ അനു സിനു അന്തരിച്ചു. ദീർഘകാലം ദുബായിൽ ഖലീജ് ടൈംസിൽ പത്രപ്രവർത്തകനായിരുന്നു. അർബുദ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് മരണം. കൈരളി അറ്റ്ലസ് സാഹിത്യ പുരസ്കാരം, ഷാങ്ഹായ് പാഠപുസ്തകം, 1996 മുതൽ പത്രപ്രവർത്തന രംഗത്ത് സജീവം. മംഗളം, ഫ്രീ പ്രസ് ജേണൽ, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, സൺഡേ ഇന്ത്യൻ എന്നിവയിൽ പ്രവർത്തിച്ചു. ദുബായിൽ പരസ്യമെഴുത്തുകാരനായും ജോലി ചെയ്തു. മലമ്പാമ്പിനെ കൊന്ന് കറിവെച്ചു. തളിയക്കോണം സ്വദേശി അറസ്റ്റിൽ. മലമ്പാമ്പിനെ കൊന്ന് കറിവെച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന് സമീപം താമസിക്കുന്ന എലമ്പക്കാട്ടിൽ രാജേഷിനെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്.
പാലപ്പള്ളി റേഞ്ച് ഓഫീസർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ചു വെച്ചതായി കണ്ടെത്തിയിരുന്നു. മലമ്പാമ്പിന്റെ ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ബയോലാബിലേക്ക് അയച്ചിട്ടുണ്ട്. തളിയക്കോണം പാടശേഖരത്തിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ പിടികൂടിയതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദേശീയപാത വികസനം. കായംകുളത്ത് അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചു. സമരസമിതി നേതാക്കളെ അറസ്റ്റ് ചെയ്തു. കായംകുളത്ത് ദേശീയപാത അതോറിറ്റി അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചു. മുൻ നഗരസഭാ ചെയർമാനും സമരസമിതി നേതാക്കളും ഉൾപ്പെടെ 8 പേരെ വീണ്ടും അറസ്റ്റ് ചെയ്തു. GDM ഭാഗത്താണ് NHAI അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചത്. ഇത് തടയാൻ ശ്രമിച്ച മുൻ നഗരസഭാ ചെയർമാൻ K പുഷ്പദാസ്, SYS ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മുസ്ലിയാർ, സോൺ ജനറൽ സെക്രട്ടറി അനസ് ഇർഫാനി, അനസ് ഇല്ലിക്കുളം, SKJM മേഖലാ പ്രസിഡന്റ് അബ്ദുൽ സലീം അസ്ലമി, സത്താർ AS, നിഷാദ് ഇൻസ്പൈൽ, PDP മണ്ഡലം പ്രസിഡന്റ് മൻസൂർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് ഇന്നലെ അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചത്. 2 ദിവസങ്ങളിലായി സമരം ചെയ്ത 17 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നഗരത്തെ 2ആയി വിഭജിക്കുന്ന തരത്തിലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടുന്ന രീതിയിലും മണ്ണിട്ടുയർത്തിയുള്ള അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണം ഒഴിവാക്കി തൂണുകളിൽ ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരങ്ങൾ നടന്നു വരികയും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി വരാനിരിക്കുകയും KC വേണുഗോപാൽ MP പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്തിമ തീരുമാനമാകും വരെ അടിപ്പാത നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ഉച്ചയോടെ അടിപ്പാത നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. ഇത് സമരസമിതി തടഞ്ഞതിനെ തുടർന്ന് 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് സമരസമിതി കായംകുളം നഗരത്തിൽ ചൊവ്വാഴ്ച പ്രതിഷേധ ദിനം ആചരിക്കുന്നതിനിടെയാണ് സമരക്കാരെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തത്. മൃതദേഹത്തിനായി കടലിൽ നടത്തിയ തിരച്ചിൽ അവസാനിപ്പിച്ചു. അർജുന്റേതാവാൻ സാധ്യതയില്ലെന്ന് ഈശ്വർ മാൽപേ. കുംഡ കടലിൽ മൃതദേഹത്തിനായി നടത്തിവന്ന തിരച്ചിൽ അവസാനിപ്പിച്ച് ഈശ്വർ മാൽപേയും സംഘവും. കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും വെല്ലുവിളിയായതോടെയാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്താനായില്ല. അതേസമയം മൃതദേഹം അർജുന്റേതാവാൻ സാധ്യതയില്ലെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു. കടലിൽ മൃതദേഹം കണ്ടത് വിവരം നൽകിയത് മത്സ്യത്തൊഴിലാളികളാണ്. മറ്റൊരു വിവരവും ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ഇതുവരെ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടില്ലെന്നും കർണാടക പോലീസ് അറിയിച്ചു. മൃതദേഹം 3 ദിവസം മുമ്പ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേതാകാമെന്നും പോലീസ് പറയുന്നു. ഗോകർണ ജില്ലയിലെ അഗനാശിനി ബെഡ മേഖലയിലാണ് മൃതദേഹം കണ്ടതായി മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചത്.